I never thought I would own this beast, but life had some other plans. Hey YouTube, welcome back to Ride Whispers. ബൈക്സ് എന്ന് പറഞ്ഞാൽ പലർക്കും അതൊരു വീക്ക്നെസ് ആയിരിക്കും, ചൈൽഡ്ഹുഡ് മുതൽക്കേ തന്നെ അല്ലേ. ഒരു കോളേജ് ടൈമിൽ പഠിക്കുമ്പോഴാണ് എനിക്കിതൊരു ക്രേസായി മാറുന്നത്. ആ ഒരു ടൈമിൽ നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാവുന്ന പൾസർ LS 135, ഹോണ്ട ട്വിസ്റ്റോ, സ്പ്ലെൻഡോ, ഡിസ്കവോ, പാഷൻ ഇതുപോലത്തെ ബൈക്സൊക്കെ ആയിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. അതിന് മുകളിലേക്ക് ഞാൻ ചിന്തിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല. ആക്ച്വലി അപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിൽ രണ്ട് ചങ്ക് ചേട്ടന്മാരുണ്ടായിരുന്നു, ഓസ്റ്റിൻ ജിജിസ് ആൻഡ് പോൾ മത്തായി. സോ ഇവരുടെ രണ്ടുപേരുടെയും കയ്യിൽ ഒരു BS3 ട്യൂബ് 390 ഉണ്ടായിരുന്നു. അതിൽ നോക്കി ഒരുപാട് വെള്ളം ഇറക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷേ മെയിൻ പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എനിക്ക് ബൈക്ക് ഓടിക്കാൻ പോലും അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലേക്ക് നമ്മുടെ സ്വന്തം ഷിബിൻ കയറി വരുന്നത്. ഹീ ഈസ് മൈ ബ്രദർ. സോ ആളുടെ ഹെൽപ്പോടുകൂടിയാണ് ഞാൻ ഈ ബൈക്ക് ഓടിക്കാൻ പഠിച്ചത്. അതിനു മുന്നേ സ്കൂട്ടിയൊക്കെ പലതവണ ഓടിച്ചിട്ടുണ്ടെങ്കിലും ആക്സിലേറ്റർ കട്ട് ചെയ്ത് ക്ലച്ച് പിടിച്ച് ഗിയർ ചേഞ്ച് ചെയ്ത് ഈ ഒരു ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കൈൻഡ് ഓഫ് ത്രില്ലില്ലേ, അതിനെക്കുറിച്ച് മനസ്സിലായതും ആ ഒരു ടൈമിലാണ്. ആൻഡ് ദാറ്റ്സ് വെയർ ഇറ്റ് ഓൾ ബിഗിൻ. അവിടുന്ന് തുടങ്ങിയൊരു ക്രേസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിരുന്ന് സംസാരിക്കുന്ന ഈ എന്നെ ക്രിയേറ്റ് ചെയ്തത്. ശേഷം കോഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു, ജോബിന് കയറി. ആൻഡ് വൺ ഡേ ഐ ഡിസൈഡഡ് ഇറ്റ്സ് ദ പെർഫെക്റ്റ് ടൈം ഫോർ മൈ ഓൺ ബൈക്ക്. അങ്ങനെ ബഡ്ജറ്റ്, മൈലേജ്, പെർഫോമൻസ് എല്ലാം ബാലൻസ് ചെയ്യുന്നൊരു മെഷീനായിരുന്നു സെർച്ച്. ലിസ്റ്റിൽ മെയിൻ ആയിട്ടുണ്ടായിരുന്നത് CBR 250R ആയിരുന്നു. OLXലെല്ലാം കുറേ സെർച്ച് ചെയ്തു, ബട്ട് ഒരു ഫൈനൽ ഡിസിഷൻ്റെ അടുത്ത് വരുമ്പോൾ ഐ വാസ് കൈൻഡ് ഓഫ് ഡിസ്റ്റർബ്ഡ്. ലൈക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. ദെൻ ഐ സ്റ്റാർട്ടഡ് പ്ലാനിങ് ഫോർ എ ബ്രാൻഡ് ന്യൂ സ്പോർട്സ് ബൈക്ക്. അപ്പോൾ ഫസ്റ്റ് എൻ്റെ മനസ്സിൽ തെളിഞ്ഞ ചിത്രം KTM RC 390 ആയിരുന്നു. പക്ഷേ അവിടെ ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. KTM ഈ ഒരു ചിത്രം മാറ്റി അവിടെ ഇയാളെ കൊണ്ടുവന്നു. അതൊരു ഇനീഷ്യൽ ടൈം ആയതുകൊണ്ട് ഐ വാസ് നോട്ട് കൺവിൻസ്ഡ് വിത്ത് ദിസ് ഡിസൈൻ. സോറി, ദാറ്റ്സ് ടോട്ടലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതിനുശേഷം രണ്ടുപേരും മുന്നിൽ വന്നു. BMW G310 RR, TVSൻ്റെ Apache RR 310. ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു കമ്പാരിസൺ വെച്ച് നോക്കിയപ്പോൾ വെൻ ഇറ്റ് കംസ് ടു BMW നമ്മൾ അറൗണ്ട് 30K എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. ആ ഒരു 30Kക്ക് നമുക്ക് കിട്ടുന്നത് BMWൻ്റെ ഒരു എംബ്ലം ആൻഡ് ബ്രാൻഡ് വാല്യൂ മാത്രമായിരുന്നു. ഇത് രണ്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ മറിച്ച് TVSലേക്ക് നോക്കുമ്പോൾ നമുക്ക് പെഡൽ ഡിസ്ക്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നാവിഗേഷൻ ഇതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഈ 30K ഇവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടും ഒരു അടിപൊളി കസ്റ്റമൈസ്ഡ് റോഡ് പ്ലസ് ട്രാക്ക് ഓറിയൻറ്റഡ് സംഭവം. അപ്പോഴാണ് ഞാൻ ഡിസൈഡ് ചെയ്തത്, ഐ എം ഗോയിങ് ഫോർ ഇറ്റ്. പിന്നെ ഒരു ദിവസം ഷോറൂമിൽ പോയി ഒരു കാഷ്വൽ ടെസ്റ്റ് ആയിട്ട് അതിനുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മനസ്സിലുറപ്പിച്ചു, ദാറ്റ് ഫീൽ, ദാറ്റ് സൗണ്ട്, ദാറ്റ് ലുക്ക്, ഐ വാസ് ജസ്റ്റ് ഹുക്ക്ഡ്. ഈ RR 310 എനിക്കൊരു ബൈക്ക് മാത്രമല്ല, ഇറ്റ്സ് ചാപ്റ്റർ ഇൻ മൈ ലൈഫ്. ഇതാണ് എൻ്റെ RR 310 സ്റ്റോറി. ഇനി ഇതോടൊപ്പം കുറച്ച് ക്രേസി റൈഡ്സ്, ഒരുപാട് നല്ല ട്രാവലിംഗ് മെമ്മറീസ് ഇതെല്ലാം ബിൽഡ് ചെയ്യണം. റൈഡ് വിസ്പേഴ്സ് കണ്ടിന്യൂസ്. സ്റ്റേ ട്യൂൺഡ്. ബൈ.